ഹലോ, നമുക്കിന്ന് വസുവിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ നീഡിലൊക്കെ കുത്തിയിട്ട് ആൾ ഭയങ്കര വിഷമിച്ചായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഫസ്റ്റ് 2 ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. അപ്പം ഡെലിവറിക്ക് ശേഷം ഇടയ്ക്കൊന്ന് ഇതുപോലെ വന്നു പോയെന്നല്ലാണ്ട് ഇങ്ങനെ അഡ്മിറ്റ് ആയത് ഫസ്റ്റ് ടൈമാണ്. ശ്വാസം മുട്ടലും കഫിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു അഡ്മിറ്റ് ആയത്. അപ്പം ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് തുടങ്ങിയപ്പോഴേ ആൾ ഗ്രാജുവലി ഓക്കെ ആയി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ കാണിച്ചു കൊടുത്ത് ചില്ലാക്കി ഇരുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വയലൻ്റാണ്. കാരണം റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ വ്യൂസൊക്കെ കാണിച്ചു കൊടുത്ത് എയർപോർട്ട് അടുത്തായതുകൊണ്ട് വിമാനമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ പോകുന്നത് ആ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ അമ്മമ്മയും കാണിച്ചു കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നെയ് സ്റ്റേഷനിലും അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഇങ്ങനെ അവനെയും കൊണ്ട് നടക്കണം. അകത്തിരിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ നേഴ്സുമാരെയൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ ഈ പുറത്തെ വ്യൂസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കംഫർട്ടബിളായ പോലെ ഇരിക്കും. പിന്നെ രാവിലെ തന്നെ ഞാനൊരു ചായ കുടിച്ചു. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും, പിന്നെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും. അങ്ങനെ 2 രീതിയിലും കഴിക്കുമായിരുന്നു. ഇതൊക്കെയാണ് റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ അമ്മമ്മയ്ക്ക് എനിക്ക് മാറി മാറി ഇത് തന്നെയാണ് ഡ്യൂട്ടി, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കിടക്കാന്നുള്ളത്. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം അവന് ദോശ കൊടുത്തു. ദോശയാണ് വസുവിന് കൊടുത്തത്. അപ്പം കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് ദോശ കൊടുത്തു. അവന് ദോശയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ പുട്ടായിരുന്നു കഴിച്ചത്. പിന്നെ കുറേ സമയം അവൻ്റെ കൂടെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളി ചിരിച്ചൊക്കെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമാണ്. പിന്നെ ആവി പിടിക്കാനൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമാണ്, ഒന്നിനും സഹകരിക്കില്ല. ഈ ഒരു നീഡിലൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടെ പ്രശ്നമാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആളെ ഒന്ന് കിടത്തി ഉറക്കി. പിന്നെ വസു വീണ്ടും ഓരോ ആക്ടിവിറ്റിയിലോട്ട് തുടങ്ങി. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എങ്ങനെ അവന് കളിക്കാനായിട്ട്. പിന്നെ അപ്പുറത്തൊരു മോനുണ്ടായിരുന്നു അമ്പാടി, അവന് കുഞ്ഞാവ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവൻ കുഞ്ഞാവയെ കാണാനാണ് അവൻ വന്നത്. അപ്പോഴേക്കും ഈ വാവേനെ കണ്ടപ്പോൾ അവന് വസുവിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. അനിയൻ കുട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ഇഡ്ഡലി മേടിച്ചായിരുന്നു പുറത്തുനിന്ന്. അപ്പം ഞാനും അമ്മയും ഇഡ്ഡലി കഴിച്ചു. അവന് ഫുഡൊക്കെ ഞാൻ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടാണ് ഞാൻ പിന്നെ കഴിക്കാറ്. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ കമ്പനി അടിക്കാനായിട്ട്. പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് വസുവിനെ കിടത്തി ഉറക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്. ബൈ.